നമസ്കാരം. ഉറ്റവരുടെ വിയോഗം പോലെ വേദനിപ്പിക്കുന്ന മറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുവരെയുള്ള സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയുമെല്ലാം ഞൊടിയിട കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന്. വേദനകളുടെ വേലിയേറ്റങ്ങൾക്കിടയിലും ഒരുപക്ഷെ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിധി തട്ടിയെടുത്ത ആ പ്രിയപ്പെട്ടവരുടെ ജ്വലിക്കുന്ന ഓർമ്മകളായിരിക്കും. ഭാര്യയുടെ അപ്രതീക്ഷിത മരണത്തിൽ സങ്കടം മറച്ചുപിടിച്ച് വേദനയോടെ സംസാരിക്കുന്ന മലപ്പുറത്തെ ജരീർ എന്ന യുവാവിന്റെ പോസ്റ്റും വീഡിയോയും വൈറലാവുകയാണ്. ജരീരും ഭാര്യ നുസ്ഹയും 2 കുഞ്ഞുങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് മരണത്തിന്റെ മാലാഖ ഇവർക്കരികിലേക്ക് എത്തുന്നത്. ഉടലിൽ നിന്ന് പറിച്ചെടുക്കും വിധം പ്രിയപ്പെട്ടവളെ മരണം കൊണ്ടുപോയെന്ന് ജരീർ പറയുന്നു. വേദനയുടെ കടലാഴം സമ്മാനിച്ച ആ നിമിഷത്തെ ജരീർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. കുളപ്പുറത്തെത്താനായപ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു. മകൻ സിയ നുസ്ഹയുടെ മാറിൽ നിന്ന് താഴേക്ക് ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നു. സിയ ഊർന്നു പോകുന്നു. നുസ്ഹ സീറ്റിലേക്ക് ചരിഞ്ഞ് ചാഞ്ഞു കിടക്കുന്നു. ഞാൻ വണ്ടി സൈഡാക്കി. അവൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. ഞാൻ കുട്ടികളെ 2 പേരെയും എടുത്തു. അവളുടെ മരണമായിരുന്നു അത്. എത്ര ലളിതമായിരുന്നു! മരണത്തിൻ്റെ യാതൊരു വേദനയും കാണിക്കാതെ, എന്നോടൊരു വാക്കുപോലും പറയാതെ. തലേന്ന് രാത്രിയും ഞങ്ങൾ മക്കളെക്കുറിച്ചാണ് പറഞ്ഞത്. അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പൂർത്തീകരിക്കും. എൻ്റെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ സഹതപിക്കേണ്ടതില്ല. എല്ലാം ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായി എൻ്റെ മക്കൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേക്കാം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.